വെൽക്കം ടു ഓൾ. പാരാമെഡിക്കൽ കോഴ്സിൻ്റെ പുതിയൊരു അനാട്ടമി ആൻഡ് ഫിസിയോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എൻഡോക്രൈൻ സിസ്റ്റമാണ് എൻ്റെ ആയത്. എൻഡോക്രൈൻ സിസ്റ്റം എന്താണെന്ന് പഠിച്ചു. ബോഡിയിലെ ഹോർമോൺസിനെ കുറിച്ച് ഒരു ഐഡിയ ആയി. ഇനി നമുക്ക് നെക്സ്റ്റ് സിസ്റ്റം റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക് പോവാം. എന്താണ് അപ്പോൾ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പുതിയൊരു തലമുറ അല്ലേ, റീപ്രൊഡക്ഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ എയിം. ഓക്കെ, നോക്കാം. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്താണ്? നമ്മൾ റീപ്രൊഡക്ഷൻ എന്നൊക്കെ ഒരു മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് ഒരു സൈഗോട്ട് ഉണ്ടാവും. ഇത് മദറിൻ്റെ യൂട്രസിനകത്ത് ഡെവലപ്പ് ചെയ്ത് ഒരു ഫീറ്റസായി മാറുന്നു അല്ലേ, ബേബിയായിട്ട് മാറുന്നു. ഇത് ഡെലിവേർഡായി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പുതിയൊരു ഓഫ് സ്പ്രിങ് ആയി. ഇതാണ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിൽ കുറച്ച് ഓർഗൻസൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ നമുക്കൊന്ന് പോകാം. ഫസ്റ്റ് പോയിൻ്റ്, റീപ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് എ ലോങ് ലിവിങ് ഓർഗാനിസം ഗിവ് റൈസ് ടു ന്യൂ ഇൻഡിവിജ്വൽസ് ഓഫ് ഇറ്റ്സ് ഓൺ കൈൻഡ്. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലിവിങ് ഓർഗാനിസം അത് പുതിയൊരു ഇൻഡിവിജ്വലിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ റീപ്രൊഡക്ഷൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ്, 2 types of reproduction, sexual reproduction and asexual reproduction. 2 ടൈപ്പ് റീപ്രൊഡക്ഷൻ ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷനും അസെക്ഷൽ റീപ്രൊഡക്ഷനും. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണ് ഈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ, സിംഗിൾ പാരൻ്റ് സെൽ വിത്ത് ഇറ്റ്സ് ന്യൂക്ലിയസ് ഡിവൈഡ്സ് ഇൻറ്റു 2 daughter cells each carrying the same number of chromosomes as parent cell. അതായത് ഇതിന് സിംഗിൾ പാരൻ്റ് സെല്ല് അതിൻ്റെ ന്യൂക്ലിയസിനെ ഡിവൈഡ് ചെയ്യുന്നു. ഒരു സെല്ല് അതിൻ്റെ ന്യൂക്ലിയസ് 2 മാറുന്നു, എന്നിട്ട് അത് 2 സെല്ലായിട്ട് മാറുന്നു. അപ്പോൾ 2 ഡോട്ടർ സെൽസ് ആയില്ലേ. ഒരു സിംഗിൾ സെല്ല് തന്നെ അതിൻ്റെ ന്യൂക്ലിയസ് 2 ഡിവൈഡ് ചെയ്തിട്ട് അത് 2 സെല്ലായിട്ട് മാറുന്നു. ഈ 2 സെല്ലും ഓരോരോ ന്യൂക്ലിയസിനെ വഹിക്കുന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത? ഇത് അതിൻ്റെ പാരൻ്റ് സെല്ലിൻ്റെ അതേ പ്രോപ്പർട്ടിയാണ് കാണിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇറ്റ് ഇൻവോൾവ്സ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് 2 sexes, ദ മെയിൽ ആൻഡ് ദ ഫീമെയിൽ. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ 2 പാർട്ടിസിപ്പേഷൻ വേണം. ഒരു മെയിലിൻ്റെ ക്യാരക്ടറും വേണം, ഒരു ഫീമെയിലിൻ്റെ ക്യാരക്ടറും വേണം. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ്, ദ 2 parents produce സ്പെഷ്യലൈസ്ഡ് റീപ്രൊഡക്റ്റീവ് സെൽസ് കോൾഡ് ഗ്യാമേറ്റ്സ്. 2 പാരൻസും ഒരു സ്പെഷ്യലൈസ്ഡ് റീപ്രൊഡക്റ്റീവ് സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവരെ ഗ്യാമേറ്റ്സ് എന്ന് വിളിക്കാം. വിച്ച് ഫ്യൂസ് ടുഗെദർ ടു ഫോം ദ ഫെർട്ടിലൈസ്ഡ് എഗ് ഓർ സൈഗോട്ട്. ഇവർ രണ്ടുപേരും മദർ ആൻഡ് ഫാദർ അല്ലെങ്കിൽ 2 ഗ്യാമേറ്റ്സ്, ഈ 2 പാരൻസ് തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് ഉണ്ടാകുന്ന ഈ സെൽസ് കൂടി ചേർന്നുണ്ടാകുന്നതിനെയാണ് ഗ്യാമേറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഈ 2 സെൽസ് അല്ലെങ്കിൽ 2 ഗ്യാമേറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് ഒരു ഫെർട്ടിലൈസ്ഡ് എഗ് ഉണ്ടാകുന്നു. മദർ ഗ്യാമേറ്റും ഫാദർ ഗ്യാമേറ്റും അല്ലെങ്കിൽ മെയിലും ഫീമെയിലും ഫ്യൂസ് ചെയ്ത് ഒരു സ്പെഷ്യലൈസ്ഡ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായി സ്പെഷ്യലൈസ്ഡ് ഫെർട്ടിലൈസ്ഡ് എഗ് ഉണ്ടാകുന്നു. ഇതിനെ നമുക്ക് സൈഗോട്ട് എന്ന് വിളിക്കാം. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ്, ദ ഫീമെയിൽ ഗ്യാമേറ്റ് ഈസ് ഓൾസോ കാൾഡ് ഓവം ആൻഡ് മെയിൽ ഗ്യാമേറ്റ് ആർ സ്പെർമറ്റോസോവൻ. ഇങ്ങനെ ഫീമെയിലിൽ നിന്നും വരുന്ന ഗ്യാമേറ്റിനെ നമുക്ക് ഓവം എന്നും മെയിലിൽ നിന്നും വരുന്ന ഗ്യാമേറ്റിനെ സ്പെർമറ്റോസോവ എന്നും പറയാം. അപ്പോൾ മെയിൽ ഗ്യാമേറ്റ് ഓവം, ഫീമെയിൽ ഗ്യാമേറ്റ് സ്പെർമറ്റോസോവനും. ഈ മെയിൽ ഗ്യാമറ്റും ഫീമെയിൽ ഗ്യാമറ്റും കൂടെ ഫ്യൂസ് ചെയ്തിട്ടാണ് കൂടിച്ചേർന്നിട്ടാണ് സൈഗോട്ട് എന്ന് പറയുന്ന ഫോം ഉണ്ടാകുന്നത്. ഇതിന് മറ്റൊരു പേരാണ് ഫെർട്ടിലൈസ്ഡ് എഗ്. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ്, ദ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ മാൻ ഈസ് ഓഫ് ദ സെക്ഷൽ ടൈപ്പ് വേർ ദ ഫെർട്ടിലൈസേഷൻ ഓഫ് ഓവം ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ എംബ്രിയോ ഒക്കേഴ്സ് ഇൻസൈഡ് ദ ഫീമെയിൽ. ദ ഡെവലപ്മെൻറ്റ് ഒക്കേഴ്സ് ഫോർ എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം after which the fully matured embryo is brought to the world. Okay,
എന്താണ് ഇതിൽ പറയുന്നത്? നമ്മുടെ മാനിൽ നടക്കുന്ന റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സെക്ഷുവൽ ടൈപ്പാണ്. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഫെർട്ടിലൈസേഷൻ ഓഫ് ഓവം, ഈ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞ്, ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ മെയിൽ ഗ്യാമറ്റും ഫീമെയിൽ ഗ്യാമറ്റും കൂടെ ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാകുന്ന പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ. ഈ ഫെർട്ടിലൈസേഷന് ശേഷം ഉണ്ടാകുന്ന ഓവം ഡെവലപ്പ് ചെയ്ത് ഫീമെയിലിൻ്റെ എംബ്രിയോയിൽ വെച്ച് ഡെവലപ്പ് ചെയ്യുന്നു. ഇത് ഡെവലപ്പ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ, നിശ്ചിത സമയം വരെ ഫീമെയിലിൽ സ്ഥിതി ചെയ്യുന്നു. ദെൻ ആഫ്റ്റർ ഫുള്ളി മെച്ചുർ ആയതിനു ശേഷം ഈ എംബ്രിയോ നമ്മുടെ വേൾഡിലേക്ക് പുറത്തേക്ക് ഇറങ്ങുന്നു. ഓക്കെ, ഇതാണ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ puberty are influenced by different hormones which also permits the development of secondary sexual characters. puberty എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ഹോർമോൺസിൻ്റെ ആക്ഷനാണ്. അതായത് നമ്മുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് puberty? ഇൻ മെയിൽസ് ദ puberty ഈസ് അറ്റൈൻഡ് ബിറ്റ്വീൻ 40 to 60 years. puberty മീൻസ് ഇപ്പോൾ ഫീമെയിലായാലും മെയിലായാലും ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മെച്യൂറായി കഴിഞ്ഞാൽ ഒരു ക്യാരക്ടേഴ്സ് കാണിക്കും. അവർ മെച്യൂറായി എന്നുള്ള, ഇതാണ് puberty കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെയിൽസിൽ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം 14 മുതൽ 16 വയസ്സ് വരെയാണ്. ഓക്കെ, ഫീമെയിൽസിൽ 10 to 14 years ആൻഡ് ഈസ് സിഗ്നൽഡ് ബൈ ദ ഓൺസെറ്റ് ഓഫ് മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ മെനാർക്കി. നമുക്ക് ഫീമെയിൽസിൽ 10 മുതൽ 14 വരെ ഉള്ള ഏജിൽ സ്റ്റാർട്ട് ചെയ്യും puberty. ഇതിൻ്റെ സിഗ്നലാണ് മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ മൈനാർക്കി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ്, ദ സിസ്റ്റം കൺസേൺഡ് വിത്ത് ദ ഓർഗൻസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഗാമീറ്റ്സ്, ഫെർട്ടിലൈസേഷൻ, ഡെവലപ്മെൻറ്റ് ഓഫ് ദ എംബ്രിയോ ആൻഡ് ഇറ്റ്സ് റിലീസ്, റീപ്രൊഡക്ഷൻ. ഓക്കെ, ദ സിസ്റ്റം എന്താണ് ഈ സിസ്റ്റത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഓർഗൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മുടെ മെയിൽ ഗ്യാമറ്റും ഫീമെയിൽ ഗ്യാമറ്റിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്താണ് ഈ മെയിൽസിനെയും ഫീമെയിൽ ഗ്യാമറ്റിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എന്താണ്? റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആണല്ലേ. എന്നിട്ട് ഇവിടെ ഒരു ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, അതായത് ഫ്യൂഷൻ നടക്കുന്നു. എന്നിട്ട് ഈ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നു. എവിടെ? മദർ ബേബി ബോഡിയിൽ ഡെവലപ്പ് ചെയ്യുന്നു. ദെൻ റിലീസ് ചെയ്യുന്നു. ഓക്കെ, ഇതിനെയാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. ദ ചേഞ്ചസ് അപ്പിയേഴ്സ് ഇൻ പ്യൂബർട്ടി ഇൻ ഫീമെയിൽ. അതായത് ഫീമെയിലിൽ പ്യൂബർട്ടി ടൈമിൽ എന്തൊക്കെ ചേഞ്ചാണ് ഉണ്ടാവുക? ഫസ്റ്റ് പോയിൻ്റ്, ദ ബ്രസ്റ്റ് ഡെവലപ്ഡ് ആൻഡ് എൻലാർജ്ഡ്. ബ്രസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലേ, അത് വലുതാവുന്നു. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ്, ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ് ഇൻ ദ ടിഷ്യൂ എസ്പെഷ്യലി ഇസ് ദ ബ്രസ്റ്റ് ആൻഡ് ഹിപ്പ്. തുടയിലും ബ്രസ്റ്റിലൊക്കെ എന്താണ് ഡെപ്പോസിറ്റ്, ടിഷ്യൂ ഡെപ്പോസിറ്റ് ഉണ്ടായി ഇടയ്ക്ക് ഇങ്ങനെ വീങ്ങി വീർത്ത് വരുന്നു. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ്, അപ്പിയറൻസ് ഓഫ് ഹെയർ ഓൺ ദ ആക്സില്ല ആൻഡ് പ്യൂബിക് റീജിയൻ. അക്ഷങ്ങളിലും പ്യൂബിക് റീജിയൻസിലൊക്കെ എന്താണ് ഹെയർസിൻ്റെ അപ്പിയറൻസ് ഉണ്ടാവുന്നു. ചേഞ്ചസ് അപ്പിയേഴ്സ് ഇൻ പ്യൂബർട്ടി ഇൻ മെയിൽ. ഇനി നമുക്ക് എന്താണ് മെയിൽസിലെ പ്യൂബർട്ടി ചേഞ്ച് എന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ്, ഡീപ്പനിങ് ഓഫ് വോയിസ്. അവരുടെ സൗണ്ട് എന്താണ് ദൃഢതയുള്ളതാകുന്നു. നെക്സ്റ്റ് പോയിൻ്റ്, ഡെവലപ്മെൻറ്റ് ഓഫ് സ്കെൽറ്റൽ മസിൽസ്. സ്കെൽറ്റൽ മസിൽസിൻ്റെ ഡെവലപ്മെൻറ്റ്, ബോണൊക്കെ നല്ല കട്ടിയുള്ളതായി മാറും. നെക്സ്റ്റ് പോയിൻ്റ്, ഹെയർ ഗ്രോത്ത് ഇൻ ദ ആക്സില്ല, ഫേസ് ആൻഡ് പ്യൂബിസ്. അവർക്ക് ഫേസിനകത്ത്, ആക്സില്ലയിൽ, പ്യൂബിസിലൊക്കെ ഹെയറിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു. ദെൻ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. ഫസ്റ്റ് പോയിൻ്റ്, റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആർ ഡിവൈഡഡ് ഇൻറ്റു 2, എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഓർഗൻസ്. നമുക്ക് റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ, ഫീമെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിനെ നമുക്ക് 2 കാറ്റഗറി ആക്കാം. ഒന്ന് ഒന്ന് എക്സ്റ്റേണൽ ഓർഗൻസ് എന്നും ഒന്ന് ഇൻറ്റേർണൽ ഓർഗൻസ് എന്നും. ആദ്യം നമുക്ക് എക്സ്റ്റേണൽ ഓർഗൻ, പുറമേ കാണുന്ന ഓർഗൻസിനെ കുറിച്ച് പഠിക്കാം.
എക്സ്റ്റേണൽ ഓർഗൻസ്. ഫസ്റ്റ് പോയിൻ്റ്, ഇറ്റ്സ് ഇൻക്ലൂഡ് വൾവ ആൻഡ് ബ്രസ്റ്റ്. വൾവയും ബ്രസ്റ്റുമാണ് ഫീമെയിലിൻ്റെ എക്സ്റ്റേണൽ ഓർഗൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, വൾവ. ഫസ്റ്റ് പോയിൻ്റ്, പാർട്സ്. നമുക്ക് എന്തൊക്കെയാണ് ഇതിലെ പാർട്സ് എന്ന് നോക്കാം. ലേബിയ മെജോറ. ഫസ്റ്റ് പാർട്ടാണ് ലേബിയ മെജോറ. 2 thick folds which form the sides of the vulva hairs are seen. വൾവയ്ക്ക് മുകളിലായിട്ട് കാണുന്ന 2 കട്ടി കൂടിയ 2 ദളങ്ങളുണ്ടായിരിക്കും. ഇതാണ് വൾവ എന്ന് പറയുന്നത്. വൾവയ്ക്ക് മുകളിൽ കാണുന്ന അല്ലെങ്കിൽ വൾവയുടെ സൈഡ്സിൽ കാണുന്ന 2 ഫോൾസ് ഉണ്ടായിരിക്കും, അതായത് 2 ദളങ്ങളുണ്ടായിരിക്കും. ഇതിനെയാണ് ലേബിയ മെജോറ എന്ന് പറയുന്നത്. ഇവിടെയാണ് ഹെയറിൻ്റെ ഡെവലപ്മെൻറ്റ് കാണുന്നത്. ദെൻ ലേബിയ മൈനോറ, ദ 2 small folds of skin in between the upper parts of ലേബിയ മെജോറ. ലേബിയ മെജോറയ്ക്ക് തൊട്ട് താഴെ 2 ചെറിയ ഫോൾസ് കാണും നമുക്ക്. ഇതിനെയാണ് ലേബിയ മൈനോറ എന്ന് പറയുന്നത്. ദെൻ ക്ലിറ്റോറിസ്, ഇറ്റ് ഈസ് എ സ്മോൾ penile body situated anteriorly and is composed of erectile tissue. It corresponds to the penis in males. അതായത് ക്ലിറ്റോറിസ് എന്ന് പറഞ്ഞാൽ ഇതൊരു പിനൈൽ ബോഡിയാണ്. ഇത് ആൻറ്റീരിയോളി മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നു, അതായത് ഈ വൾവയുടെ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഇതിനകത്ത് ഇറക്റ്റൈൽ ടിഷ്യൂസാണ് ഉള്ളത്. ദെൻ നെക്സ്റ്റ് പോയിൻ്റ്, കറസ്പോണ്ട് ടു ദ പെനിസ് ഇൻ മെയിൽസ്. മെയിൽസിൽ പെനിസ് ആണെങ്കിൽ അതിന് പകരം ഫീമെയിൽസിലുള്ളതാണ് ക്ലിറ്റോറിസ്. ഓക്കെ. ദെൻ വെസ്റ്റിബ്യൂൾ ഈസ് ആൻ ഏരിയ സിറ്റുവേറ്റഡ് പോസ്റ്റീരിയർ ടു ദ ക്ലിറ്റോറിസ് ബിറ്റ്വീൻ ദ ലേബിയ മൈനോറ. അതായത് ഇത് സ്ഥിതി ചെയ്യുന്നത് ഡൗൺ പോർഷനിൽ, ക്ലിറ്റോറിസിന് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്നു. ലേബിയ മൈനോറയ്ക്ക് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. ലേബിയ മൈനോറയ്ക്ക് അടുത്തും ക്ലിറ്റോറിസിന് താഴെയുമായി സ്ഥിതി ചെയ്യുന്നതാണ് വെസ്റ്റിബ്യൂൾ. ഇറ്റ് ഈസ് ലിമിറ്റഡ് ഓൺ ബോത്ത് സൈഡ്സ് ബൈ ദ ലേബിയൽ ഫോൾസ് ആൻഡ് ലീഡ്സ് ടു ദ വജൈന. വജൈനയിലേക്ക് ലീഡ് ചെയ്യുന്നത് ഈ റൂട്ടിലൂടെയാണ്, വെസ്റ്റിബ്യൂളിലൂടെയാണ്. ഓക്കെ. നെക്സ്റ്റ് പോയിൻ്റ്, ദ യുറീത്ര ഓപ്പൺസ് ഇൻ ടു ദ വെസ്റ്റിബ്യൂൾ in between the vagina and clitoris, secretes lubricating fluid. അതായത് യുറീത്ര ഓപ്പൺ ചെയ്യുന്നു വെസ്റ്റിബ്യൂളിലേക്ക്. യുറീത്ര എന്ന് പറഞ്ഞാൽ മൂത്രനാളം. ഓപ്പൺ ചെയ്യുന്നത് വെസ്റ്റിബ്യൂളിലേക്കാണ്. ബിറ്റ്വീൻ ദ വജൈന, വജൈനയ്ക്ക് അടുത്തായി ക്ലിറ്റോറിസും ഉണ്ട്. ദെൻ ഇത് സെക്രീറ്റ് ചെയ്യുന്നു ലൂബ്രിക്കേറ്റിംഗ് ഫ്ലൂയിഡ്. അവിടെ എപ്പോഴും ഒരു വെറ്റായിരിക്കും അല്ലേ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ ലൂബ്രിക്കേറ്റിംഗ് ഫ്ലൂയിഡ് ഇവർ സെക്രീറ്റ് ചെയ്യുന്നത് കാരണമാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ടോപ്പിക്ക് ബ്രസ്റ്റ്. ഫസ്റ്റ് പോയിൻ്റ്, ദ മെമ്മറി ഗ്ലാൻഡ്സ് ഓർ ബ്രസ്റ്റ് ആർ പെയർഡ് നെസസറി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് വിച്ച് സെക്രീറ്റ് മിൽക്ക്. മിൽക്കിനെ സെക്രീറ്റ് ചെയ്യാനുള്ള ഫീമെയിലിൻ്റെ ഒരു ആക്സസറി ഓർഗനും റീപ്രൊഡക്റ്റീവ് ഓർഗനും കൂടിയാണ് ബ്രസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് വേറൊരു പേര് കൂടെ ഉണ്ട്, മാമറി ഗ്ലാൻഡ്. അതുപോലെ ഇത് പെയ്ഡാണ്, 2 എണ്ണം ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് പോയിൻ്റ്, ദെയർ ഡെവലപ്മെൻറ്റ് ഡ്യൂറിങ് പ്യൂബേർട്ടി ആൻഡ് ദ സെക്രീഷൻ ഓഫ് മിൽക്ക് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഡിഫറെൻറ്റ് സെക്സ് ഹോർമോൺസ്. അതായത് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് പ്യൂബേർട്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ, കൗമാരം മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഇതിന് ശേഷം സെക്രീഷൻ ഓഫ് മിൽക്ക്, ഓരോ മിൽക്കിൻ്റെ ലഭ്യത അത് ഓരോരോ ഹോർമോൺസിനെ ബേസ് ചെയ്ത് ഇരിക്കും. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, ബ്രസ്റ്റ് ആർ കോൺവെക്സ് ആൻറ്റീരിയർലി വിത്ത് എ പ്രോമിനൻസ് ഇൻ ദ മിഡിൽ കോൾഡ് എ നിപ്പിൾ is surrounded by a pigmented area of skin called areola which is composed of erectile tissue. ബ്രസ്റ്റിന് കോൺവെക്സ് ആകൃതിയാണുള്ളത്, മുകളിലായി കോൺവെക്സ് ആകൃതിയാണുള്ളത്. അതുപോലെ മിഡിലുള്ള പോർഷനെ നിപ്പിൾ എന്ന് പറയുന്നു. ഇതിനെ സറൗണ്ട് ചെയ്തിട്ടൊരു ബ്ലാക്ക് കളർ ഏരിയ ഉണ്ടായിരിക്കും. ഇത് ഏരിയോളാർ ടിഷ്യൂ ആണ് ഇവിടെ ഉള്ളത്, അതുകൊണ്ട് ഇതിനെ ഏരിയോള എന്ന് പറയാം. ഇതിനകത്ത് ഇറക്റ്റൈൽ ടിഷ്യൂ കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് പോയിൻ്റ്, ദ ഗ്ലാൻഡ്സ് കണ്ടെയ്ൻ എ
number of lobules which contain lactiferous ducts towards the nipple. The nipple used for ejection of milk for the nourishment of newborn infant. ഓക്കെ, ഈ ഗ്ലാൻഡിന് ഇതിനകത്ത് ഒരുപാട് ഗ്ലാൻഡ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ഗ്ലാൻഡുകൾ ലോബ്യൂൾസ് ആയിട്ടാണ് കാണാം. ലാക്റ്റിഫറസ് ഡക്റ്റ് ആണ് ഈ മിൽക്കിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതെവിടെയാണ് കാണാമെന്ന് വെച്ചാൽ നിപ്പിളിന് ടുവാർഡ്സ് ആയി കാണാം. ഓക്കെ, നിപ്പിൾസിനടുത്തായിട്ട് കാണാം. നിപ്പിൾ യൂസ്ഡ് ഫോർ ഇജെക്ഷൻ ഓഫ് മിൽക്ക്. നിപ്പിൾ എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ മിൽക്ക് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നിപ്പിൾ യൂസ് ചെയ്യുക. പിന്നെ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ മിൽക്ക്? നറിഷ്മെൻറ്റ് ഫോർ ന്യൂ ബോൺ, ചെറിയ കുട്ടികൾക്കുള്ള അല്ലെങ്കിൽ ന്യൂ ബോണിന് വേണ്ടിയിട്ടുള്ള ഒരു നറിഷ്മെൻ്റ് ആയിട്ട്, ഫുഡ് ആയിട്ടാണ് ഈ മിൽക്ക് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് പോയിൻറ്റ്, ടുവാർഡ്സ് ദ എൻഡ് ഓഫ് പ്രഗ്നൻസി എ വാട്ടറി ഫ്ലൂയിഡ് കോൾഡ് കൊളസ്ട്രം വിച്ച് ഈസ് റിച്ച് ഇൻ ഇമ്മ്യൂണോഗ്ലോബുലിൻസ്. പ്രഗ്നൻസിയുടെ എൻഡിൽ ഇതിൽ നിന്നും ബ്രസ്റ്റിൽ നിന്നൊരു വാട്ടറി ഫ്ലൂയിഡ് വരും. അതൊരു ലൈറ്റ് യെല്ലോ കളറായിരിക്കും. ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് ഏറ്റവും നല്ല മരുന്നാണ്. ന്യൂ ബോൺസിനുള്ള ഏറ്റവും നല്ല മരുന്നാണ്. ഇതിനകത്ത് ഒരുപാട് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ഫസ്റ്റ് മിൽക്കിനെ കൊളസ്ട്രം എന്ന് പറയുന്നു. ഓക്കെ, താങ്ക് യു.